നമസ്കാരം. ഈ മാസം 20-ാം തീയതി പാലക്കാട് ചിറ്റൂരുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തുന്നു. ക്രിസ്മസ് ആഘോഷം വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ചേർന്ന് നടത്തുന്നു. അപ്പോൾ 3 VHPക്കാർ വന്ന് അത് തടസ്സം പിടിച്ചു എന്നാണ്, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന രീതിയിലൊരു വാർത്ത വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ DYFI, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ, ലീഗ്, സുഡാപ്പികൾ ഒക്കെ ക്രിസ്ത്യാനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സംഖ്യകൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നു. വാർത്ത ശരിക്കും ഉള്ളത് തന്നെയാണോ, വളച്ചൊടിക്കപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു. അതിനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോവുകയും പുരോഹിതരോട് സംവദിക്കുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമൊക്കെ ഇവിടെ പതിവായിട്ട് എല്ലാ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇവിടെയുള്ള BJPക്കാരെല്ലാം ക്രിസ്മസ് സമയത്ത് ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിക്കുകയും കേക്ക് നൽകുകയൊക്കെ ചെയ്യുന്നത് ചിലരൊക്കെ ട്രോളോടുകൂടിയും എങ്കിലും ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതാണ് കാലാവസ്ഥ. ഈ ഒരു സമയത്ത് ഒരു സംഖ്യയും ഇങ്ങനെ ക്രിസ്മസ് കാരോൾ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം തടയാൻ വേണ്ടി ചെല്ലില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊരു വാർത്ത വരികയും അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുന്ന രീതിയിലാവുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ പൊട്ടന്മാരായിട്ടുള്ള സുഡാപ്പികൾക്ക് ഉള്ള ബുദ്ധിയല്ല ക്രിസ്ത്യാനികൾക്കുള്ളത്. അവർ ശരിക്കും ഇരുത്തി ചിന്തിക്കും എന്താണ് സംഭവമെന്ന്. അപ്പോഴാണ് അവർ തന്നെ സ്വയം കുറച്ച് ചോദ്യം, സംശയവും അതേപോലെ തന്നെ ഈ വാർത്തയും പറഞ്ഞുകൊണ്ട് വരുന്നവരോട് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രതികരിച്ച, അതായത് DYFI, കോൺഗ്രസ്, മറ്റ് സുഡാപ്പി ടീമിനെയൊന്നും ഇതിനു മുമ്പ് ഇതിലും ഗുരുതരമായിട്ടുള്ള സംഗതികൾ നടന്നപ്പോൾ ഒരക്ഷരം മിണ്ടാതെ അണ്ണാക്കിൽ പഴവും വിഴുങ്ങിയിരിക്കുന്ന കാഴ്ച അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അധികകാലമായിട്ടില്ല, പൂഞ്ഞാറിലെ പള്ളിയിൽ അവിടുത്തെ അസിസ്റ്റന്റ് വികാരിയുടെ നേരെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ചില സുഡാപ്പികൾ വാഹനം പിടിപ്പിച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അന്നൊരൊറ്റ DYFIക്കാരനും അതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതിനും കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം, മൂവാറ്റുപുഴ നിർമ്മലഗിരി കോളേജിൽ അവിടെ നിസ്കാര വിവാദമുണ്ടായി. അപ്പോഴും ഈ ഒറ്റ എണ്ണത്തിന് പൊടി പോലും അവിടെ കണ്ടില്ല. ഇനി കഴിഞ്ഞ വർഷം കാസർഗോഡ് അവിടെ ഒരു ആശുപത്രിയിൽ വെച്ച പുൽക്കൂട് ഒരു സുഡാപ്പി എടുത്ത് ദൂരെ കളയുകയുണ്ടായി. ഒടുക്കം ആ സുഡാപ്പിക്ക് മാനസിക രോഗമാണ് എന്ന തരത്തിലാണ് ആ വാർത്ത പോയത്. ഈ സമയങ്ങളിലൊന്നും ഒരക്ഷരം മിണ്ടാത്ത ടീമുകൾ പാലക്കാട് നിന്ന് ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ചാടി ഇറങ്ങി പ്രതിഷേധവും, സംഖ്യകൾക്കെതിരെ പ്രതിഷേധവും, ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ക്രിസ്ത്യാനികൾക്ക് കത്തി ഇത് ഉഡായിപ്പ് കേസാണെന്ന്. സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ ഒരു സർക്കാർ സ്കൂളുകളിലും ഇത്തരം ആഘോഷങ്ങളും നടത്താനുള്ള സർക്കുലർ ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇനി ഒരു പക്ഷേ ഇറക്കുമായിരിക്കും. അങ്ങനെ ഇറക്കിയാൽ തന്നെ എല്ലാ മതസ്ഥരുടെയും, അത് നബിദിനമാണെങ്കിലും ശരി, ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും ശരി, ക്രിസ്മസ് ആണെങ്കിലും ശരി, ഇത് മൂന്നും കൂടെ ആഘോഷിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇതെല്ലാം, ഈ ആചാരങ്ങളും ആഘോഷങ്ങളും അറിഞ്ഞ് തന്നെ വളരട്ടെ. കൊടുക്കുന്നെങ്കിൽ എല്ലാത്തിനും കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിനും കൊടുക്കണ്ട. അതുമാത്രമാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. ഇനി ഇവിടെ എന്താണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്കൂളിൽ ഇടത് വലത് സംഘടനകളിൽപ്പെട്ട അധ്യാപകർ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്കറിയാം സ്കൂളിനകത്ത് വെച്ച് ഇങ്ങനൊരു ആഘോഷം നടന്നാൽ പുറത്തുള്ള ആളുകൾ അറിയത്തു പോലുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും വിവാദമാക്കണമല്ലോ, പ്രത്യേകിച്ച് പാലക്കാട് കൂടിയാണല്ലോ. അവർ സ്കൂളിനകത്ത് ഈ ആഘോഷങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഈ സാന്താക്ലോസിൻ്റെയും മറ്റുമൊക്കെ വേഷമിട്ട കുട്ടികളെയും കൊണ്ട് അവർ സ്കൂളിന് പുറത്തേക്ക് പോകുന്നു, റോഡിലൂടെ പോകുന്നു. അപ്പോൾ മാത്രമാണ് ഇത് ചോദ്യം ചെയ്യപ്പെട്ടത്. ഈ വേഷത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് നടത്താവോ എന്നൊരിതിൽ. അതിപ്പോൾ ഈ വേഷം തന്നെ ആവണമെന്നില്ല, മറ്റെന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് കൊടി പിടിച്ച് ടാറ്റ കൊടുക്കുന്ന പരിപാടിയാണെങ്കിലും ശരി, ആളുകൾ ചോദ്യം ചെയ്യും. നമുക്കങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി അടക്കം അത്തരം പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. കുട്ടികൾ ചിയർ ഗേൾസ് അല്ല എന്ന് പറഞ്ഞൊരു അവസരം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നവകേരള യാത്ര പിണറായി വിജയൻ നടത്തുന്ന സമയത്ത് കുട്ടികളെ റോഡിലിറക്കി അദ്ദേഹത്തിൻ്റെ വണ്ടി പോകുമ്പോൾ ടാറ്റ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിനെതിരെ ആരോ ഹർജി കൊടുത്തു. അപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞ പരാമർശമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു പ്രവൃത്തി ഈ ക്രിസ്മസ് പാപ്പയുടെയും അല്ലെങ്കിൽ ഈ കരോൾ വേഷത്തുകാരൊക്കെ നടത്തി സ്കൂളിനകത്തല്ല, സ്കൂളിലേക്ക് പുറത്തേക്ക് പോയപ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്തത്. അത് ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ VHPക്കാരോ മറ്റോ ഉണ്ടായിരുന്നു. ഉടനെ ഇതെടുത്ത് സംഖ്യകളുടെ മണ്ടക്കിടുകയും ഈ കോലത്തിലാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ മദ്രസ പൊട്ടന്മാരെ പോലെ ചിന്താശേഷി ഇല്ലാത്തവരല്ല ക്രിസ്ത്യാനികൾ. അവർ ഇങ്ങനൊരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അവർ ചിന്തിക്കും. മറ്റ് പല അവസരത്തിലും ഞങ്ങളുടെ ഒപ്പം നിൽക്കാത്തവർ ഇപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഖ്യകൾക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ അത് ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണെന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അതായത് പൂർവാധികം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നതെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് സുഡാപ്പികളോടും
കമ്മികളോടും കൊങ്ങികളോടും ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ ചീറ്റിപ്പോകുന്ന ഐഡിയകളാണ്, മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും എന്നേ പറയുന്നു.